എസ്തെറ്റിക്സിനെ ഒന്ന് സൈഡിലോട്ട് വെച്ചിട്ട് ഇതുപോലെയാണ് നമ്മൾ ജനറലി മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത്. ലെറ്റസ് അക്സെപ്റ്റ് ദി ഫാക്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്ത് ഫിലിം ചെയ്യാൻ നേരത്ത് ഓർ ഫോട്ടോ എടുക്കാൻ നേരത്ത് ക്യാമറയിൽ ഓർ ഫോട്ടോസിൽ കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടാവും. പക്ഷേ റിയൽ ലൈഫിൽ കുറച്ച് പുട്ടിയടിച്ച പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് എവിഡൻ്റ് ആയിരിക്കും. പക്ഷെ ഇന്ന് ഞാനത് തിരിച്ച് പറയാൻ പോവാണ്. ഇന്നത്തെ ലുക്ക് ഈ ക്യാമറയിൽ കാണുന്നതിനെക്കാളും എത്രയോ ബെറ്റർ ആണ് കേട്ടോ. ഞാൻ വീഡിയോ ഫിലിം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ലൈറ്റിങ്ങും, വീഡിയോ ഫിലിം ചെയ്യുന്നതിന് ഇടയ്ക്ക് ഇങ്ങനെ വേറെ ഡിഫറെൻറ്റ് ലൈറ്റിങ്ങും, വീഡിയോ എൻഡ് ചെയ്യാൻ നേരത്ത് വേറെ ഡിഫറെൻറ്റ് ലൈറ്റിങ്ങും ഒക്കെയാണ്. ബാംഗ്ലൂർ വെദർ ഇസ് ജസ്റ്റ് നോട്ട് കോപ്പറേറ്റിംഗ്. ഇന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിമ്പിൾ യെറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ന്യൂഡ് മേക്കപ്പ് ലുക്കാണ്. ഈ ഒരു പെർട്ടിക്കുലർ മേക്കപ്പ് ലുക്ക് നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. ഇന്ന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഹൈ എൻഡ് മേക്കപ്പ് പ്രോഡക്ട്സ് ഓർ എൻ്റെ കയ്യിലുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ആണ്. ഞാൻ പ്രോഡക്ട്സിനെ കുറിച്ച് മിനി റിവ്യൂസ് തരുന്നുണ്ടെങ്കിലും പ്ലീസ് ഡോണ്ട് വറി, ഞാനിതൊരു ട്യൂട്ടോറിയൽ പോലെ തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് യു ക്യാൻ റീക്രിയേറ്റ് ദിസ് മേക്കപ്പ് ലുക്ക് യൂസിങ് ദി പ്രോഡക്ട്സ് യു ഹാവ്. ഹൈ എൻഡ് ഓർ എക്സ്പെൻസീവ് സൈഡിലോട്ട് വരാൻ നേരത്ത് വാട്ട് ഈസ് എക്സ്പെൻസീവ് ഫോർ മീ നീഡ് നോട്ട് ബി വാട്ട് ഈസ് എക്സ്പെൻസീവ് ഫോർ യു. എൻ്റെ ഒരു കൈൻഡ് ഓഫ് എക്സ്പെൻസീവ് റേഞ്ച് ഓർ പ്രൈസ് റേഞ്ച് ഞാൻ പറയാം കേട്ടോ. എനിത്തിങ് ബിലോ 500 ഈസ് കൈൻഡ് ഓഫ് അഫോർഡബിൾ എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്ന കാറ്റഗറി അതാണ്. ഇൻ ബിറ്റ്വീൻ 500 to 1000 ആണെങ്കിൽ ഞാനതൊരു മിഡ് റേഞ്ച് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് എനിത്തിങ് എബവ് 1000 rupees ഈസ് ഹൈ എൻഡ് ഓർ എക്സ്പെൻസീവ് മേക്കപ്പ് ഫോർ മീ. ഈ ഒരു പ്രൈസ് കാറ്റഗറി തിങ് എല്ലാവർക്കും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് ദിസ് ഇസ് ജസ്റ്റ് ഹൗ ഐ സീ ദി പ്രൈസ് റേഞ്ചസ്. ഓക്കെ, അപ്പോൾ വർത്താനം നിർത്തി പരിപാടിയിലോട്ട് കിടക്കാം. ഇനി ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് എങ്ങനെ അച്ചീവ് ചെയ്തത് കാണാൻ വേണ്ടിയിട്ട് പ്ലീസ് ഡു കണ്ടിന്യൂ വാച്ചിങ്. ബേർ ഫേസ് മോഡ് ഇസ് ഓൺ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദി സ്കിൻ പ്രെപ്പ്. ഇന്ന് ഞാൻ 2 ഡിഫറെൻറ്റ് പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ദിസ് വൺ. ഇത് സ്മാഷ് ബോക്സിന്റെ ഫോട്ടോ ഫിനിഷ് സ്മൂത്ത് ബ്ലർ പ്രൈമർ ആണ്. എൻ്റെ കയ്യിലുള്ളത് ഒരു സാമ്പിൾ സൈസ് സാഷേ ആട്ടോ. ഇത് സെക്കൻഡ് ടൈമാണ് എനിക്ക് ഈ സാഷേ കിട്ടുന്നത്. ആൻഡ് ഐ റിയലി ലവ് ദിസ് പ്രൈമർ. കുറേ തവണ ഞാൻ ഇത് മേടിക്കാൻ വേണ്ടി ഭയങ്കര ടെംപ്റ്റഡ് ആയിരുന്നു കേട്ടോ. ബിക്കോസ് ഇറ്റ് ഈസ് എ റിയലി നൈസ് ബ്ലറിങ് പ്രൈമർ. ഫൈൻ ലൈൻസിനൊക്കെ നല്ലപോലെ ബ്ലർ ഔട്ട് ചെയ്ത് ഒരു സ്മൂത്ത് ഫിനിഷ് തരും. ഈവൻ പോസിനെ നല്ലപോലെ ബ്ലർ ഔട്ട് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രൈമറാണിത്. നിങ്ങൾക്ക് ഓയിലി നോർമൽ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ യു വിൽ റിയലി ലവ് ഇറ്റ്. ഹോപ്പ്ഫുള്ളി എനിക്ക് പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഒരു മിനി എങ്കിലും മേടിക്കും കേട്ടോ. ബിക്കോസ് ഐ റിയലി ലവ് ദിസ്. ഇപ്പം ഞാൻ ഈ ഫൈൻ ലൈൻസ് ഉള്ള ഏരിയാസിലും പോസ് ഉള്ള ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്തത്. ബാക്കി ഫേസിൽ ഞാനൊരു ഗ്രിപ്പിംഗ് പ്രൈമറാണ് ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് പ്രൈമർ. ഇത് എൽഫിൻ്റെ പവർ ഗ്രിപ്പ് പ്രൈമർ ആണ്. ആൻഡ് ദിസ് ഇസ് ഇൻ ദി വേരിയൻറ്റ് നയാസിനമൈഡ്. ഇതിൻ്റെ ഒരു ബ്ലൂ വേരിയൻറ്റ് ഉണ്ട്. അതാണ് ആക്ച്വലി ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു സംഭവം. അതിൻ്റെ തന്നെ നയാസിനമൈഡ് എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എൽഫിൻ്റെ ഈ ഗ്രിപ്പിംഗ് പ്രൈമർ ഭയങ്കര ഫേമസ് ആണ്. ഇതിനൊരു ടാക്കിനെസ് ഉണ്ട്. നമ്മുടെ മേക്കപ്പിനൊക്കെ നല്ലപോലെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൈമറാണ്. നല്ലൊരു പ്രൈമറാണ്. ഐ തിങ്ക് ഓൾമോസ്റ്റ് ഓൾ സ്കിൻ ടൈപ്പ് ക്യാൻ യൂസ് ദിസ്. ഇതുപോലത്തെ ഒരു ടാക്കി പ്രൈമർ ഉണ്ടെങ്കിൽ മേക്കപ്പ് ഉറപ്പായിട്ടും നല്ലപോലെ ലാസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് സ്ട്രോബ് ക്രീം അപ്ലൈ ചെയ്യാം. ഓഫ് കോഴ്സ് ഐ വിൽ ബി അപ്ലൈയിങ് ദി മാക്സ് സ്ട്രോബ് ക്രീം. ഇത് ഗോൾഡ് ലെറ്റ് എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. മാക്സ് സ്ട്രോബ് ക്രീം ഒരുവിധം മേക്കപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ മേക്കപ്പ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയായിരിക്കും. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നൊരു സ്ട്രോബ് ക്രീമാണ്. ആക്ച്വലി നല്ലൊരു സ്ട്രോബ് ക്രീം ആട്ടോ. എസ്പെഷ്യലി നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ യു വിൽ റിയലി ലൈക്ക് ഇറ്റ്. ബിക്കോസ് ഇതിന് നല്ലൊരു ക്രീം ടെക്സ്ചറാണുള്ളത്. സ്കിന്നിന് നല്ലപോലെ ഒരു ലൂമിനസ് ഗ്ലോ തരും. പക്ഷെ ഇതിൽ വിസിബിൾ ഗ്ലിറ്റേഴ്സോ ഷിമേഴ്സോ ഒന്നുമില്ല. ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസാണ് ഉള്ളത്. ബട്ട് ദിസ് മേക്സ് യുവർ ഫേസ് റേഡിയൻറ്റ് ആൻഡ് ഗ്ലോയി. ഇനി നിങ്ങൾക്ക് ഈ സ്ട്രോബ് ക്രീമിൻ്റെ അഫോർഡബിൾ ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ കാണണമെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു. ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഓപ്ഷൻ കിട്ടും കേട്ടോ. അടുത്തത് നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. എൻ്റെ അടുത്ത് 2 ഹൈ എൻഡ് കൺസീലർ ഉണ്ട്. ഇത് രണ്ടുമാണ്. ഒന്ന് ടു ഫേസ് ബോൺ ദിസ് വേ കൺസീലർ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് എ ഹുദ ബ്യൂട്ടി കൺസീലർ. ഷെയ്ഡ് നെയിംസും ഡീറ്റെയിൽസും ലിങ്ക്സും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ പ്ലീസ് ഡു ചെക്ക് ദാറ്റ്. ഹുദ ബ്യൂട്ടിയുടെ ഷെയ്ഡ് എനിക്ക് കുറച്ചുകൂടി ഒരു ഓറഞ്ചിഷ്, കുറച്ചൊരു ഡീപ്പറാണ്. പക്ഷേ ഇതെൻ്റെ സ്കിൻ ടോണായിട്ട് നല്ലപോലെ മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണ്. ഇതിന് നല്ല ഹൈ കവറേജ് ആട്ടോ. ഞാൻ ഇതിലും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് തന്നെയാണ്. ഇനി ഞാൻ കളർ കറക്റ്റർ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ ഒരു ഹുദ ബ്യൂട്ടിയുടെ കുറച്ചൊരു ഡീപ്പർ, കുറച്ചൊരു ഓറഞ്ച് ടിൻറ്റുള്ള ഈ ഒരു കൺസീലർ എടുത്തിട്ട് ലൈറ്റായിട്ട് അണ്ടർ ഐസിലൊക്കെ അപ്ലൈ ചെയ്യാണ്. ഇതിലുള്ള ഒരു ഓറഞ്ച് ടിൻറ്റ് തന്നെ ആ അണ്ടർ ഐസിലെ ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഭാഗത്ത് എനിക്ക് കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്. ആക്നെ മാർക്സിനെ ഒന്ന് ടോൺ ഡൗൺ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നോട്ട് മാൻഡേറ്ററി. ഇന്നിപ്പോൾ നമ്മൾ ഫുൾ ഫേസ് ഓഫ് മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് ലെറ്റ്സ് ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് അല്ലേ.
എസ്തെറ്റിക്സിനെ ഒന്ന് സൈഡിലോട്ട് വെച്ചിട്ട് ഇതുപോലെയാണ് നമ്മൾ ജനറലി മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത് ലെറ്റസ് അക്സെപ്റ്റ് ദി ഫാക്ട്. നമുക്ക് ഇനി ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതും അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. കുറച്ചുകൂടി ഒരു ലൈറ്റ് വെയിറ്റ് ആണ് ഇത്. നിങ്ങൾക്ക് ഷെയ്ഡ് കിട്ടുകയാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാവുന്നേ കേട്ടോ. കുറേ പേർക്ക് ഹുദ ബ്യൂട്ടിയുടെ ഈ കൺസീലർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തോ ടൂ ഫേസ്ഡിനെയാണ് ഒന്നുകൂടെ ഇഷ്ടപ്പെട്ടത്. മേ ബി കളർ എനിക്ക് അത്ര ഒരു പെർഫെക്റ്റ് മാച്ച് അല്ലാത്തത് കൊണ്ടാവാം. പേഴ്സണലി ഇത് മാത്രമായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാവാം എനിക്ക് ഇതിനോടധികം താല്പര്യം വരാതെ ടൂ ഫേസ്ഡിനോട് കുറച്ചുകൂടെ ഇഷ്ടം തോന്നിയത്. രണ്ടും ഞാൻ ഒരേ സമയത്ത് മേടിച്ചായിരുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൂ ഫേസ്ഡിൻ്റെ കൺസീലർ യൂസ് ചെയ്യാം. കുറച്ച് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഓൾറെഡി മറ്റേ കൺസീലറിന് കവറേജ് ഉള്ളതുകൊണ്ട് അധികം ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. ജസ്റ്റ് കുറച്ച് മാത്രം, കുറച്ച് കവറേജ് വേണ്ട ഏരിയാസിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ബിക്കോസ് ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഫൗണ്ടേഷൻ അധികം കവറേജ് ഇല്ല. സോ കുറച്ചുകൂടെ ഒന്ന് കവറേജ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീലറിൽ ഞാൻ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ കൺസീലർ മാത്രം വെച്ചിട്ട് ഒരു ബേസ് മേക്കപ്പ് റൂട്ടീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസീലർ അപ്ലൈ ചെയ്ത് ഒരു 1 minute or 2 minutes വെയിറ്റ് ചെയ്തതിന് ശേഷം ബ്ലെൻഡ് ഇൻ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ബെറ്റർ ഹയർ കവറേജ്. ഇനി നമുക്ക് ബ്ലെൻഡ് ഇൻ ചെയ്ത് കൊടുക്കാം. ഇതിനും ഒരു ന്യൂട്രൽ ടോൺ അല്ല ഉള്ളത്, കുറച്ചുകൂടി ഒരു വാർമർ ടോണാണ് ഉള്ളത്. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ലൈറ്റായിട്ടൊന്ന് ഓക്സിഡൈസ് ആയിട്ട് കുറച്ചുകൂടി ഒരു ബെറ്റർ ലുക്ക് വരും കേട്ടോ, ഒന്ന് ബ്ലെൻഡിൻ ആവും. ഇനി ഞാൻ ഫൗണ്ടേഷൻ ഇടാൻ പോവാണ്. എൻ്റെ കയ്യിലുള്ള ഫൗണ്ടേഷൻസിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഇതാണ്. കെ ബ്യൂട്ടിയുടെ ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷനാണ് ഇത്. ഇത് ഞാൻ ഇതിന് മുന്നേ കുറേ തവണ ഈ ചാനലിൽ കാണിച്ചിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് കൺസിസ്റ്റൻസി ഉള്ള ഒരു ഫൗണ്ടേഷനാണ്, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ. സോ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ യു ആർ ഗോണ ലവ് ദിസ്. ഇതിനൊരു മീഡിയം കവറേജ് ആണുള്ളത്, കുറച്ചുകൂടെ ഒരു ഡ്യൂയി നാച്ചുറൽ ഫിനിഷ് ആയത് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ലൊരു ഫൗണ്ടേഷനാണ്. നിങ്ങൾക്ക് അധികം കവറേജ് ഒന്നും വേണ്ട എന്നൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫൗണ്ടേഷനാണ്. ഹൈഡ്രേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിൻ ആൾക്കാർക്കും ഒക്കെ ഇഷ്ടപ്പെടും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ നല്ലപോലെ ബ്ലെൻഡിങ് ചെയ്യുന്നതിലാണ് ഫൈനൽ ലുക്കിൻ്റെ ഭംഗി തന്നെ ഇരിക്കുന്നത്. ജനറലി എന്തെങ്കിലും ഒരു ഇവൻറ്റിന് മേക്കപ്പ് ചെയ്യാൻ നേരത്ത് എനിക്കൊരു കുറച്ചൊരു ഡ്യൂയി ലുക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫിക്സ് പ്ലസ്. ഇതൊരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ അല്ല. ഇത് ആക്ച്വലി നമ്മുടെ മേക്കപ്പ് ഒക്കെ ഒന്ന് മെൽറ്റ് ഡൗൺ ചെയ്ത് സ്കിന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞ് ചേർന്ന ഒരു ഫ്ലോലെസ് മേക്കപ്പ് ലുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ബേസ് മേക്കപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം ഡു യൂസ് സെറ്റിംഗ് സ്പ്രേ ഓർ ഫിക്സിംഗ് സ്പ്രേ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സ്പ്രേ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡിങ് ചെയ്ത് കൊടുക്കുക. ഇറ്റ് വിൽ ഗിവ് യു എ ഫ്ലോലെസ് ലുക്ക്. നല്ല ജനറസ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഒരു 2 മിനിറ്റ് ലെറ്റ് ഇറ്റ് സിറ്റ് ആൻഡ് അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കൊരു ബ്യൂട്ടി സ്പഞ്ച് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പൗഡർ പഫ് യൂസ് ചെയ്തിട്ടും ജസ്റ്റ് ഒന്ന് ബ്ലെൻഡിങ് ചെയ്ത് കൊടുക്കാം. എക്സസ് പ്രോഡക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അത് റിമൂവ് ആവും ആൻഡ് കുറച്ചുകൂടി ഒരു ഫ്ലോലെസ് ബേസ് മേക്കപ്പ് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഈ ഒരു പോയിന്റ് ഞാൻ ബേസ് സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് ഐ മേക്കപ്പ് ചെയ്യും. അതിനുശേഷം ഐ കം ബാക്ക് ആൻഡ് ഫിനിഷ് ദി ബേസ് മേക്കപ്പ്. സോ ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തുള്ളത് 2 എക്സ്പെൻസീവ് പാലറ്റാണ് ഞാൻ ഓൺ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഹുദ ബ്യൂട്ടിയുടെ ഈ ഒരു പാലറ്റാണ്. ഇത് കാരമൽ ബ്രൗൺ ഷെയ്ഡിലാണുള്ളത്. നല്ല വാം ടോൺഡ് ആയിട്ടുള്ള ബ്രൗൺ ഷെയ്ഡ്സ് ആണ് ഇതിൽ കൂടുതലുള്ളത്. ബ്രൗൺ, ഓറഞ്ച്, ഗോൾഡൻ ആ ഒരു ടോണാണ് ഇതിൽ വരുന്നത്. അടിപൊളി പാലറ്റാണ്. ഹുദ ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റ്സ് ആർ ഓൾവേസ് ഫേമസ് ആൻഡ് ദർ ഈസ് എ റീസൺ ഫോർ ദാറ്റ്. അടുത്തത് എൻ്റെ ഫേവറേറ്റ് പാലറ്റാണ്. ഇത് മോർഫി ജാക്ലിൻ ഹിൽ പാലറ്റാണ്. ദിസ് ഇസ് എ ഹ്യൂജ് പാലറ്റ്, വലിയൊരു പാലറ്റാണ്. ഇതിൽ ഒരുപാട് ന്യൂട്രൽ ബ്രൗൺ ഷെയ്ഡ്സ്, കുറച്ച് ബർഗണ്ടി, ഡീപ്പ് റെഡ് ഷെയ്ഡ്സ് ആൻഡ് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ബ്ലൂ പേർപ്പിൾ ഷെയ്ഡ്സും ഉണ്ട്. ഷിമർ ആൻഡ് മാറ്റ് രണ്ടും ഉണ്ട്. നല്ലൊരു വേഴ്സറ്റൈൽ പാലറ്റാണ്. ഇനി ഞാനൊരു പിങ്ക് ന്യൂട്രൽ കൈൻഡ് ഓഫ് മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. ബട്ട് ദി ഓൺലി പ്രോബ്ലം ഇസ് ദാറ്റ് എൻ്റെ കയ്യിൽ അതുപോലത്തെ ലൈറ്റ് പിങ്ക് ഷെയ്ഡ്സ് ഒന്നും ഈ 2 പാലറ്റിലും ഇല്ല. ആൻഡ് ടു ബി ഓണസ്റ്റ് ഞാൻ മനഃപൂർവ്വം മേടിക്കാത്തതാണ്. ബിക്കോസ് എനിക്ക് ഒന്നും ബ്ലഷസ് വർക്ക് വെൽ ഇനഫ് ആസ് ആൻ ബേസ് ഐ ഷാഡോ. സോ ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്ലഷാണ്. ഇത് എൻ്റെ കയ്യിലുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പൗഡർ ബ്ലഷാണ്. സോ ആ ഒരു കാറ്റഗറിയിൽ നമുക്കിത് പെടുത്താം. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബെറി പിങ്ക് ഷെയ്ഡാട്ടോ, നല്ലൊരു ഷെയ്ഡാണ്. നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്ലഫി ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് എക്സസ് ഡസ്റ്റ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ട്രാൻസിഷൻ ഷെയ്ഡായിട്ടും ബേസ് ലിഡ് ഷെയ്ഡായിട്ടൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ എന്തായാലും ഒരു പിങ്കി ബ്ലഷ് കാണും. സോ ആ ഒരു ബ്ലഷ് തന്നെ മാക്സിമം പൗഡർ ബ്ലഷ് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്, ക്രീസ് ചെയ്യില്ല. ആ ഒരു പൗഡർ ബ്ലഷ് തന്നെ എടുത്തിട്ട് നമുക്ക് ബേസ് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബിക്കോസ് ഞാൻ പേഴ്സണലി എപ്പോഴും പിങ്ക് ഐ ഷാഡോസിന് ആ ഒരു ട്രിക്ക് തന്നെയാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് ഐ തോട്ട് വൈ നോട്ട് ഐ വിൽ ഡു ദി സെയിം ഹിയർ ഓൾസോ. കണ്ടോ, ഒരു ലൈറ്റ് വാഷ് ഓഫ് കളറും തന്നു, അധികം അങ്ങോട്ട് എടുത്ത് നിൽക്കുന്നുമില്ല.
ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് വിച്ച് ഇസ് വെരി വെയറബിൾ. നമ്മൾ ബേസ് കളറായിട്ട് യൂസ് ചെയ്ത് ഏതൊരു കളറാണോ ഏതൊരു ഷെയ്ഡാണോ ആ ഷെയ്ഡ് കൊണ്ട് തന്നെ നമ്മൾ ലാഷ് ലൈനിലും ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇൻറ്റൻസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാലറ്റിൽ നിന്ന് ബ്ലാക്ക് ഷെയ്ഡൂടെ എടുത്ത് ലാഷ് ലൈനിലോട് ചേർന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഒരു ഐലൈനർ ഇട്ട എഫക്റ്റ് ഉണ്ടാകും, പക്ഷേ ഭയങ്കര എവിഡൻറ്റും ആയിരിക്കില്ല കേട്ടോ. നിങ്ങൾക്കിത് ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. എനിക്ക് അതും ഇഷ്ടം കേട്ടോ. ഡാർക്ക് പേർപ്പിൾ ഷെയ്ഡ് ഇസ് സംതിങ് ദാറ്റ് ഗോസ് വെരി വെൽ ഫോർ ഡസ്കി ഡീപ്പ് സ്കിൻ ടോൺ പീപ്പിൾ. എഗെയിൻ മാസിൻ്റെ തന്നെ ഒരു ബ്രഷ് എടുത്തിട്ട് ഞാൻ ഐലാഷിനോട് ചേർന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ഭയങ്കര പെർഫെക്റ്റ് ഒന്നും അല്ല, ബിക്കോസ് വി ആർ ഗോയിങ് ഫോർ എ സ്ലൈറ്റ് സ്മോക്കി ലുക്ക്. ഫിംഗർ ടിപ്പ് കൊണ്ട് തന്നെ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ഇൻ ചെയ്ത് കൊടുക്കുക. ആ ലൈൻ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ കാണണ്ട, അതുകൊണ്ടാണ് ഇതുപോലെ ലൈറ്റായിട്ട് ബ്ലെൻഡ് ഇൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ഇതൊരു ഷാംപെയിൻ പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. വീഡിയോയിൽ കുറച്ചുകൂടെ ഡാർക്കറാണ്, ബട്ട് ഇതൊരു ഷാംപെയിൻ പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ് കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ലൈറ്റായിട്ട് ഈ ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു വാഷ് ഓഫ് ഷിമ്മർ, ഒരു ഷൈനി ലുക്ക് കിട്ടാൻ വേണ്ടി കേട്ടോ. ജസ്റ്റ് ലൈറ്റ്ലി, ഒരുപാട് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല, വളരെ ലൈറ്റായിട്ട് കുറച്ച് മാത്രം. എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ബ്ലാക്ക് എടുത്തിക്കണം തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ബ്ലാക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഐ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മസ്കാര അപ്ലൈ ചെയ്യാം. എൻ്റെ കയ്യിലുള്ളത് ഹുദ ബ്യൂട്ടിയുടെ ഈ ഒരു ഡബിൾ സൈഡഡ് മസ്കാരയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മസ്കാരയാണ്. ഈ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കാം, ബട്ട് ഓൾമോസ്റ്റ് ഇത് ഡ്രൈഡ് ഔട്ട് ആയിട്ടോ. ഈ ഒരു സൈഡ് വോള്യൂം സൈഡാണ്, ഇത് നല്ലൊരു വോള്യൂം പ്രൊവൈഡ് ചെയ്യും. അപ്പുറത്തെ സൈഡ് ലെങ്തനിങ് സൈഡാണ്. ലാഷസിനെ നല്ലപോലെ സെപ്പറേറ്റ് ചെയ്ത് ഭയങ്കര ഒരു ഫോൾസ് ലാഷ് ഇട്ടൊരു എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മസ്കാരയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇഫ് യു ഹാവ് ദി ബഡ്ജറ്റ്, പ്ലീസ് ഡു ഗെറ്റ് യുവർ ഹാൻഡ്സ് ഓൺ ദിസ്. ലോവർ ലാഷ് ലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് അപ്ലൈ ചെയ്യുക, ബിക്കോസ് മസ്കാര സ്മഡ്ജ് ആയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ നമ്മുടെ ഐ ലുക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബാക്കി ബേസ് മേക്കപ്പ് ചെയ്യാം. സോ പൗഡേഴ്സിലോട്ട് കടക്കുന്നതിന് മുന്നേ വി നീഡ് ടു ഡു ദി ലിക്വിഡ് ഓർ ക്രീം പ്രോഡക്ട്സ്. ആദ്യം നമുക്ക് കോൺടോർ അപ്ലൈ ചെയ്യാം. എൻ്റെ ഉള്ളതിൽ കറന്റ്ലി ദി എക്സ്പെൻസീവ് കോൺടോർ ഇതാണ്. ഇത് എൽഫിന്റെ ഹാലോ ഗ്ലോ ബ്യൂട്ടി വോണ്ട് ആണ്. കുറച്ച് മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ, ബിക്കോസ് ഇത് നല്ല പിഗ്മെന്റഡ് ആണ് കേട്ടോ. വേണ്ടോ, നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. വളരെ കുറച്ച് മാത്രം മതി. നല്ല ക്രീമിയാണ്, ഈസിലി ബ്ലെൻഡ് ആവും. സോ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇനി നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് എൽഫിൻ്റെ ഹാലോ ഗ്ലോ ലിക്വിഡ് ഫിൽറ്റർ ആണ്. എൻ്റെ കയ്യിലുള്ള ഏറ്റവും എക്സ്പെൻസീവ് ഹൈലൈറ്റർ കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ് ഇത് തന്നെയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലൊരു ഹെൽത്തി നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോയിങ് ഫ്രം വിതിൻ കൈൻഡ് ഓഫ് ലുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ഇതൊരു ഹൈലൈറ്റർ പോലെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിഫോർ അപ്ലൈയിങ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം, ഓർ ഫൗണ്ടേഷനോട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഡിഫറെൻറ്റ് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അടുത്തത് സ്റ്റാർ ഓഫ് ദി ഷോ എൽഫിൻ്റെ ഈ ഒരു ബ്ലഷാണ്. ഇത് കാമോ ലിക്വിഡ് ബ്ലഷാണ്. അടിപൊളി ബ്ലഷ് ആട്ടോ. ഐ ഡു നോട്ട് ഹാവ് വേർഡ്സ് ടു എക്സ്പ്രസ് ഹൗ മച്ച് ഐ ലവ് ദിസ് പ്രൊഡക്റ്റ്. അടിപൊളി ബ്ലഷാണ്. നല്ലൊരു ഡ്യൂയി വെറ്റ് കൈൻഡ് ഓഫ് ഫിനിഷ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്ലഷാണ്. സൂപ്പർ ഡ്യൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്ലഷാണ്. നല്ല അടിപൊളി കളറാണ്. എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരാൻ പോകുന്ന ഒരു പിങ്ക് മോവ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഐ തിങ്ക് യു ഷുഡ് ഓൾ ഗോ ഫോർ ദിസ് ബ്ലഷ്. നമുക്ക് അടുത്തത് ഈ മേക്കപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൗഡർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് അണ്ടർ ഐസ് എപ്പോഴും ഒരു പൗഡർ ഓർ ഒരു കോമ്പാക്ട് വെച്ചിട്ട് സെറ്റ് ചെയ്യുക. എൻ്റെ കയ്യിലുള്ള പൗഡേഴ്സിൽ ഏറ്റവും എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് ഇത് രണ്ടുമാണ്. ഇത് മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിനിഷ് പൗഡർ ആണ്, ഓർ കോമ്പാക്ട് ആണ്. ആൻഡ് ദിസ് ഇസ് ദി എൽഫ് ആലോ ഗ്ലോ സെറ്റിംഗ് പൗഡർ. മാക്കിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ആക്ച്വലി എനിക്ക് കുറച്ചുകൂടി ഒരു യെല്ലോയിഷ് ആണ്, കുറച്ചുകൂടി ഒരു വാം ടോൺഡ് ആണ് കേട്ടോ. ആൻഡ് എൽഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് കുറച്ച് ലൈറ്റ് ആണ്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാർക്കർ ഷെയ്ഡ് ഇതാണ്. പീസസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഈ ക്ലീൻ സർഫസ് വെച്ചിട്ട് ആ ക്രീസസ് ഒന്ന് ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ക്രീസിനൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം പൗഡർ അപ്ലൈ ചെയ്യാം. എനിക്ക് ആ ഡ്യൂയിനെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അണ്ടർ ഐസിൽ മാത്രമേ ഞാൻ പൗഡർ ഇടുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഭാഗത്തും അറൗണ്ട് ദി മൗത്ത് ഏരിയയിലും മാത്രമേ ഞാൻ പൗഡർ ചെയ്യുന്നുള്ളൂ കേട്ടോ. മാക്കിൻ്റെ കോമ്പാക്ട് ആക്ച്വലി മാറ്റ് ഫിനിഷാണ്. ബട്ട് ഈ എൽഫിൻ്റെ ഹാലോ ഗ്ലോ പൗഡർ കുറച്ചൊരു പേർലി കൈൻഡ് ഓഫ് ഫിനിഷ് ഉള്ളൊരു പ്രൊഡക്റ്റ് ആട്ടോ. സോ ഡ്യൂയി മേക്കപ്പ് ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. മീഡിയം ടു ലൈറ്റ് സ്കിൻ ടോൺ ഉള്ളവർക്ക് മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. എൻ്റെ സ്കിൻ ടോൺ ആണെങ്കിൽ തന്നെ ഇത് ലൈറ്റർ ആയിരിക്കും.
സോ ദാറ്റ് ഈസ് ലൈക്ക് എ പ്രോബ്ലം. അടുത്തത് ഈ മേക്കപ്പ് ഒന്ന് ലോക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സെറ്റിംഗ് സ്പ്രേ ആണ്. എൻ്റെ കയ്യിലുള്ളതിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സെറ്റിംഗ് സ്പ്രേ ഇതാണ്. ആക്ച്വലി ഇത് അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ഡ്യൂയി ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ ആണ്. ഇതിൻ്റെ മാറ്റ് ഫിനിഷും അവൈലബിൾ ആണ്. അടുത്ത ഫൈനൽ സ്റ്റേജ് ഇസ് യൂസിങ് എ ലിപ്സ്റ്റിക്. ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ലിപ് കോംബോ ആട്ടോ. ആക്ച്വലി കുറച്ചുകൂടി ഒരു പിങ്കി കൈൻഡ് ഓഫ് ഷെയ്ഡ് വേണം. ബട്ട് എൻ്റെ ഉള്ളതിൽ എക്സ്പെൻസീവ് ലിപ്സ്റ്റിക് എടുക്കാൻ നേരത്തെ ഇത് രണ്ടുമാണ് എക്സ്പെൻസീവ് ലിപ്സ്റ്റിക് ദാറ്റ് ഐ ഓൺ. ഇത് ലോറിയലിലെ ഇൻഫാലിബിൾ ലിപ്സ്റ്റിക് ആണ്. ആൻഡ് അടുത്തത് മേബിലിൻ്റെ വൈനൽ ലിങ്ക് ആണ്. ഇതിന് ഓൾമോസ്റ്റ് 800 സംതിങ് ആണ് MRP വരുന്നത്. സോ ഇതാണ് എൻ്റെ ഉള്ളതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ്. ആദ്യം ഞാൻ ലോറിയലിൻ്റെ ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതെൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആട്ടോ. നല്ലൊരു ഫോമുലയാണ്, സൂപ്പർ ഡൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആണ് ആൻഡ് നല്ലൊരു അടിപൊളി ഷെയ്ഡും ആണ്. മീഡിയം, ടാൻ, ഡസ്കി, ഈവൻ ഡീപ്പ് സ്കിൻ ടോണിന് ചേരാൻ പോകുന്നൊരു ഷെയ്ഡാണ് ലേസി സൺഡേ എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ്. അടുത്തത് മേബിലിൻ്റെ ഈ ഒരു വൈനൽ ലിങ്ക് ആണ്. ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നല്ലപോലെ ഷേക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ഫോമുല അല്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു കളറാണ്. ബട്ട് ഈ ഒരു കളർ മാത്രമായിട്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും വേറൊരു ഷെയ്ഡായിട്ട് മിക്സ് ചെയ്തിട്ടോ ഔട്ട്ലൈൻ ചെയ്തിട്ട് ഫിൽ ഇൻ ചെയ്യാൻ വേണ്ടി മാത്രമേ എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോമുല അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ബട്ട് ദി ഫിനിഷ് ഓർ ദി ഫീലിംഗ് ഓഫ് ദിസ് വൺ ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. അപ്പോൾ ഒരു പൊട്ടുകൂടി ഇട്ട് ഇന്നത്തെ മേക്കപ്പ് ലുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫൈനൽ മേക്കപ്പ് ലുക്ക്. സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് വെച്ച് തന്നെ ഈ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിലുള്ള ഹൈ എൻഡ് പ്രൊഡക്ട്സിൽ ഓൾമോസ്റ്റ് 30% ഞാൻ മേടിച്ചത് എൻ്റെ വെഡ്ഡിങ് ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെൽഫ് വെഡ്ഡിങ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഹൈ എൻഡ് മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്യാമെന്ന് വെച്ചത്. ഹൈ എൻഡ് മേക്കപ്പ് ഇല്ല എന്നാണെങ്കിലും വി ആർ നോട്ട് മിസ്സിംഗ് ഓൺ എനിത്തിങ്. വി ഹാവ് വെരി ഗുഡ് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് കൺസിഡർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് ഫാമിലി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും